ഇന്ന് ജൂൺ 1, 2026. ഇനി 2 ദിവസം കൂടിയുണ്ട് എൻ്റെ ഓഡിഷന്. പക്ഷേ ഞാൻ റെഡിയല്ല. ഹായ്, എൻ്റെ പേര് അനന്തു നാഗേന്ദ്രൻ. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് കാനഡയിലാണ് താമസം. ആ 5 വർഷത്തിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് 2 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉള്ളൊരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കനേഡിയൻ കമ്മ്യൂണിറ്റി തിയേറ്ററിൽ കുറച്ച് ഷോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെ 3 ഷോസ് ഞാൻ അടുപ്പിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ 4ാമത്തെ ഷോ, അതായത് എൻ്റെ 4ാമത്തെ ഷോ ഫ്രോസൺ ആയിരുന്നു അവർ ചെയ്തത്. അതിൻ്റെ ഓഡിഷൻ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വെക്കേഷന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നടന്നത്. അപ്പം ഞാൻ ഓഡിഷൻ കൊടുത്തിട്ടാണ് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിൽ എന്നെ അവർ കാസ്റ്റ് ചെയ്തില്ല. വളരെ ഒരു ടൈറ്റ് കാസ്റ്റ് ആയിരുന്നു ആ ഷോയിലുണ്ടായിരുന്നത്. യൂഷ്വലി ഒരു ഷോ അവർ ചെയ്യുമ്പോൾ 6 മാസം റിഹേഴ്സൽ ഒരു ഷോ, 6 മാസം റിഹേഴ്സൽ ഒരു ഷോ, അങ്ങനെയാണ്. അപ്പം ഒരു വർഷത്തിൽ അവർ 2 ഷോ ചെയ്യും. ഇപ്പോൾ ആ ഫ്രോസൺ കംപ്ലീറ്റ് അവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഷോ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓഡിഷൻ പ്രെപ്പിലായിരുന്നു ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ കാര്യം, ഈ ഷോയിലും കഴിഞ്ഞ ഷോയിനേക്കാളും കുറെ കൂടെ ടൈറ്റ് ആയിട്ടുള്ള കാസ്റ്റാണ്. അതായത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സ്റ്റേജിലുള്ളൂ. ഇവർ ചെയ്യുന്നത് കൂടുതലും മ്യൂസിക്കൽസ് ആയതുകൊണ്ട് തന്നെ സ്റ്റേജിൽ പാട്ട് പാടിയും ഡാൻസ് ചെയ്തും ആക്ട് ചെയ്തും കൊണ്ടാണ് നമ്മൾ ആ ഷോ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ആ കഥ പറയുന്നത്. ഡയലോഗ്സ് ഒക്കെ വളരെ കുറവാണ്. ചിലതിൽ കുറച്ച് ഡയലോഗ്സ് ഉണ്ടാവും, പക്ഷേ മിക്കതിലും പാട്ട് മുഖേനയാണ് അവർ ആ കഥ പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് പാട്ട് പാടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഓഡിഷനിലേക്ക് പോകുമ്പം ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസ്റ്റിലുള്ള എല്ലാവർക്കും സോളോ പോർഷൻസ് ഉണ്ട് പാടാനായിട്ടുള്ളത്. അപ്പം അത്രയും പ്രെപ്പ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ലെവലിലോട്ട് എൻ്റെ ഓഡിഷൻ സബ്മിറ്റ് ചെയ്യാനും എന്നെ അവർ ഈ ഷോയിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ 2 ദിവസമുണ്ട് ഇനി ഓഡിഷന് ബാക്കി. എന്താകുമെന്നോ, എന്നെ കാസ്റ്റ് ചെയ്യുമോ, അടുത്ത 6 മാസത്തേക്ക് ഞാൻ ചൊറിയും കുത്തി വീണ്ടും വെറുതെ ഇരിക്കുമോ, അടുത്ത ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമോ എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു ജേണി. അപ്പോൾ അവരുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് കം ഫ്രം അവേ എന്ന് പറയുന്ന ഒരു ഷോ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലെ തന്നെ കഥയാണ്. അതായത് 9/11 നടക്കുന്ന സമയത്ത് അമേരിക്കൻ എയർ സ്പേസ് ക്ലോസ് ചെയ്തതിന് ശേഷം ആ പ്ലെയിൻസ് എല്ലാം കാനഡയിലുള്ള ന്യൂഫൗണ്ട്ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുകയും ആ ഒരു ചെറിയ ഐലൻഡ് ടൗണിലോട്ട് ഇത്രയും ആൾക്കാർ ഓവർനൈറ്റ് വന്നതിന് ശേഷം അവിടുത്തെ ആൾക്കാർ, നാട്ടുകാർ എങ്ങനെ അവരെ അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ളതും എങ്ങനെ അവരെ സഹായിച്ചു ഈ ക്രൈസിസിൽ കൂടെ എന്നുള്ളതാണ് ആ കഥ. ആൻഡ് ഈ ഷോയിൽ ഞാൻ ഓഡിഷൻ ചെയ്യുന്ന ക്യാരക്ടർ കെവിൻ ജെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു ഗേ അമേരിക്കനാണ്. ന്യൂഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്ന ടൗണിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന പ്ലെയിനിൽ അദ്ദേഹം ഒരു പാസഞ്ചർ ആയിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ പോർഷനാണ് ഞാൻ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓഡിഷന് ഒരുപാട് പണിയെടുക്കേണ്ടി വരും. കാര്യം ഇദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ഒരു ഹെവി ചങ്ക് ഓഫ് സോളോ പോർഷനുണ്ട്. കുറേ ഡയലോഗ്സ് ഉണ്ട്, ചെറിയ ചെറിയ ന്യൂവാൻസസ് ഉണ്ട്, കുറേ ഫണ്ണി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം കറക്റ്റ് ബീറ്റിൽ വീടില്ലെങ്കിൽ അതൊന്നും എന്താ പറയുക, ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവില്ല. അത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഈ ഷോയ്ക്ക് ഓഡിഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കനേഡിയൻസ് തന്നെ. അപ്പം അവരുമായിട്ടൊക്കെ കമ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം എൻ്റെ ആക്സെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അമേരിക്കൻ ആക്സെൻറ്റും അല്ല, എന്നാൽ ഇന്ത്യൻ ആക്സെൻറ്റും അല്ല എന്നുള്ളതാണ്. അവിടെയല്ല ഇവിടെയല്ല, ഒത്തൊരു ആക്സെൻ്റാണ് എൻ്റെത്. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിന്, ഇപ്പം ഞാൻ ഓഡിഷൻ ചെയ്യുന്ന ക്യാരക്ടർ അമേരിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് അമേരിക്കൻ ആക്സെൻറ്റിന് ക്ലോസ് ടു എങ്കിലും ഞാൻ ആയില്ലെങ്കിൽ ചിലപ്പം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അതും ഞാൻ കുറച്ച് നാളായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിലേക്ക് എത്താനായിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കിട്ടുകയാണെങ്കിൽ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എനിക്ക്. ഒരു മുഴുനീള ക്യാരക്ടർ റോൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാത്രമല്ല, ഞാൻ ഓഡിഷൻ ചെയ്യുന്ന ഈ ക്യാരക്ടർ തന്നെ അതിനകത്ത് അലി എന്ന് പറയുന്ന ഒരു മിഡിൽ ഈസ്റ്റേൺ ക്യാരക്ടറായിട്ടും വരുന്നുണ്ട്. അപ്പം അതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട് അലിക്ക്. സോ അത് ആ ഷോ കണ്ടപ്പോൾ ഞാൻ വളരെയധികം റിലേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. അപ്പം എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രമിക്കും, പക്ഷേ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയാം. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തിങ്കളാഴ്ചയാണ്, ബുധനാഴ്ചയാണ് എൻ്റെ ഡാൻസ് ഓഡിഷൻ, വ്യാഴാഴ്ചയാണ് എൻ്റെ വോക്കൽ ഓഡിഷൻ. അപ്പം ഞാൻ എല്ലാ ദിവസവും ഞാൻ ഒരു അപ്ഡേറ്റ് തരാം, എന്തൊക്കെ പ്രെപ്പ് ചെയ്തു എന്നൊക്കെ ഉള്ളതും എന്തൊക്കെ ആയി എന്നുള്ളതും. ഓഡിഷൻ കഴിഞ്ഞ് എനിക്കൊന്ന് ഓഡിഷൻ തേഴ്സ്ഡേ ഓഡിഷൻ, എൻ്റെ വോക്കൽ ഓഡിഷൻ കഴിഞ്ഞ് സാറ്റർഡേ ആയിരിക്കും കോൾ ബാക്ക് ഉണ്ടെങ്കിൽ. അതായത് ലീഡ്സിന് അവരെപ്പോഴും ഒരു കോൾ ബാക്ക് ഓഡിഷൻ കൂടെ വയ്ക്കും. അതായത് നമ്മളിപ്പോൾ ഓഡിഷൻ ചെയ്തതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് കോൾ ബാക്സിന് വിളിക്കും. കോൾ ബാക്സിന് അവരൊരു ചെറിയ സീൻ തന്നെ ഓഡിഷനായിട്ട് ചെയ്യിപ്പിക്കും ഗ്രൂപ്പായിട്ട്. അപ്പോൾ അത് സാറ്റർഡേ ആണ്. അപ്പം എൻ്റെ വോക്കൽ ഓഡിഷൻ കഴിഞ്ഞ് സാറ്റർഡേക്ക് മുന്നേ തന്നെ അറിയാം
എനിക്ക് കോൾ ബാക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. കോൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും ഈ ക്യാരക്ടർ കിട്ടാനുള്ളത്. പക്ഷേ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നുമില്ല. നമ്മൾ ശ്രമിക്കും, കിട്ടുകയാണെങ്കിൽ നല്ലത്, അത്ര തന്നെ. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് വോക്കൽ എക്സസൈസസ് ഉണ്ട്, പിന്നെ എൻ്റെ കുറച്ച് ഓഡിഷൻ മെറ്റീരിയൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പ്രിൻ്റ്. അതിൽ വർക്ക് ചെയ്യണം. സ്റ്റാൻഡേർഡ് അമേരിക്കൻ ആക്സെൻറ്റ് പഠിക്കാനായിട്ട് ബുക്ക് തുറന്നു വെച്ച് ഞാൻ ഉറക്കെ വായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ച് നാളായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഷോർട്ട് സ്പാനിൽ നമുക്ക് ആ കംപ്ലീറ്റ് ഒരു ഗ്രാസ്പ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഏകദേശമെങ്കിലും അടുത്തെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് ഓഡിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ശ്രമം. ഓരോ ഓഡിഷനും ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഡിഷനേക്കാളും മികച്ചത് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഗ്രോത്ത് അളക്കാൻ പറ്റുമല്ലോ. അപ്പം കഴിഞ്ഞ ഓഡിഷനേക്കാളും നമ്മൾ ഒരു നല്ല ഓഡിഷനാണ് ഇപ്രാവശ്യം കൊടുത്തതെങ്കിൽ ഓക്കെ, നമ്മളൊരു സ്റ്റെപ്പ് മേളിലേക്ക് പോയി. അപ്പം ഇനി നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല റോളുകൾ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പം അവിടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പം ഇന്ന് ഡേ 1, നാളെ ഞാൻ അടുത്ത അപ്ഡേറ്റുകൾ തരാം. ഇന്ന് ജൂൺ 2, 2026. ഇനി ഒരു ദിവസം കൂടെ ഉണ്ട് എൻ്റെ വോക്കൽ ഓഡിഷന്. നാളെയാണ് എൻ്റെ ഡാൻസ് ഓഡിഷൻ. ഇന്നത്തെ എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബ്ലോക്കിങ്ങിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പാട്ട് പാടി ആക്ട് ചെയ്യുമ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് പാട്ട് പാടാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ പാട്ട് പാടി ആക്ട് ചെയ്യുമ്പോൾ ഞാൻ പാട്ടിൽ മാത്രം അങ്ങോട്ട് ഫോക്കസ് ചെയ്യും. അപ്പം ആക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൽ നിൽക്കാനായിട്ട് ഞാൻ മറന്നു പോകും, അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഞാൻ വിട്ടുപോകും. അപ്പം ഞാനിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ സ്പെസിഫിക് ബ്ലോക്കിംഗ് കൊടുക്കും ആ ക്യാരക്ടറിന്. അതായത് ഇന്ന സമയത്ത് ഇത് ചെയ്യുക, ഇന്ന സമയത്ത് ഇത് ചെയ്യുക. അപ്പം ഒരു ഫ്ലോ ഉണ്ടാവും ആ ക്യാരക്ടറിന്. മറ്റേത് ഞാൻ കല്ലുപോലെ നിന്ന് പാടേണ്ടി വരും. അത് ഞാൻ കുറച്ച് നാളായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം പാട്ട് പാടാൻ അത്ര വരാത്തത് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പാട്ടിൽ ഫോക്കസ് ചെയ്യും. എങ്ങനെ മാക്സിമം എഫേർട്ട് ഇട്ട് അത് നല്ല രീതിയിൽ പുറത്തേക്ക് വരാം എന്നുള്ള രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ടിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. അപ്പം രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളതാണ് ഇന്നത്തെ ഒരു പ്രാക്ടീസ്. അപ്പോൾ ഞാൻ ആ ഓഡിഷൻ ചെയ്യുന്ന ക്യാരക്ടറിന് കുറച്ച് ബ്ലോക്കിംഗ് കൊടുക്കും. അതായത് അവർ തന്നിരിക്കുന്ന ഓഡിഷൻ മെറ്റീരിയലിൽ എവിടെയൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് എഴുതി വെക്കും. അതാകുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ നിൽക്കും. അപ്പോൾ ആ സമയമാകുമ്പോൾ ഞാൻ പാടുന്നതിൻ്റെ കൂടെ ആ മൂവ്മെൻറ്റ്സും കൂടി ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് ആ ക്യാരക്ടർ ഒരു കംപ്ലീഷൻ തോന്നും ആ ക്യാരക്ടറിന്. അതാണ് ഇന്നത്തെ പരിപാടി. നാളെ വൈകിട്ടാണ് ഡാൻസ് ഓഡിഷൻ. അപ്പോൾ നാളത്തെ ഡാൻസ് ഓഡിഷൻ കഴിയുമ്പോൾ അറിയാം എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടാകും വോക്കൽ ഓഡിഷന് ചെല്ലുമ്പോൾ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നാളത്തെ അപ്ഡേറ്റ് ഞാൻ നാളെ അറിയിക്കാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇന്ന് ജൂൺ 3, 2026. ഇന്നാണ് എൻ്റെ ഡാൻസ് ഓഡിഷൻ. ഞാനിപ്പം പെട്ടെന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. 7 തൊട്ട് 8 വരെയാണ് ഇന്ന് ഓഡിഷൻ വൈകിട്ട്. അപ്പം ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ കൾച്ചർ റെപ്രസെൻ്റ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതെ, മുടിയൊക്കെ ഞാനൊന്ന് കുളിച്ച് റെഡിയാക്കി ഒതുക്കി വെച്ച് പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പം ഇതാവും. പക്ഷേ ചെറിയൊരു നെർവസ്നെസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാൻസ് ഓഡിഷൻ അത്ര നല്ല രീതിയിൽ പോയില്ല. അതുകൊണ്ട് ഇതിനകത്തൊരു ചെറിയ ടെൻഷനുണ്ട്. പക്ഷേ ഹോപ്പുണ്ട്, നമുക്ക് പറ്റുന്ന അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം. ഇതിനിടയ്ക്ക് ഞാൻ മറന്നു, എൻ്റെ ഷൂസ് ഞാൻ കാണിച്ചില്ല ഞാൻ ഇടാൻ പോകുന്നത്. ദേ, അപ്പോൾ പോയിട്ട് ഇന്ന് തകർക്കാൻ പറ്റുമോ നോക്കാം. മാക്സിമം എഫേർട്ടിൽ എനിക്ക് കഴിയുന്നത്ര നല്ല രീതിയിൽ ഇന്ന് എൻ്റെ ഓഡിഷൻ കൊടുത്തിട്ട് വരാൻ നോക്കാം. വോക്കൽ ഓഡിഷൻ പോകുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, ഡാൻസ് ഓഡിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഉള്ളതിന് അപ്ഡേറ്റ് തരാം. ഇന്ന് ജൂൺ 6, 2026. എനിക്കറിയാം കഴിഞ്ഞ 2 ദിവസത്തെ അപ്ഡേറ്റ് ഞാൻ തന്നിട്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു ഈ ഓഡിഷനും ജോലിയൊക്കെ ആയിട്ട്. ഡാൻസ് ഓഡിഷൻ അത്യാവശ്യം നല്ല രീതിയിൽ പോയി. ചെറിയൊരു മൂവ്മെൻറ്റ് വർക്ക്ഷോപ്പ് പോലെയായിരുന്നു അത്. അധികം ടഫായിട്ടുള്ള സ്റ്റെപ്സോ റൊട്ടീനോ അല്ലായിരുന്നു. അപ്പം കൂടുതലും ഇൻട്രാക്ഷൻസ് ആയിരുന്നു അതിനകത്ത് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അത് വളരെ ചെറിയൊരു റൊട്ടീനായിരുന്നു. അത് നല്ല രീതിയിൽ പോയി. അത് ബുധനാഴ്ചയായിരുന്നു. അതിനുശേഷം വോക്കൽ ഓഡിഷൻ തേഴ്സ്ഡേ പോയപ്പോൾ ടെൻഷൻ അടിച്ചാണ് പോയത്. പക്ഷേ എന്നാലും അതും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് എനിക്കൊരു മെയിൽ വന്നു. ഞാൻ ഓഡിഷൻ ചെയ്ത ക്യാരക്ടറിന് എനിക്ക് കോൾ ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു സെക്കൻഡ് റൗണ്ട് ഓഫ് ഓഡിഷൻസിന് അവർ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അത് ഇന്ന് സാറ്റർഡേ 2:30 തൊട്ട് ഓൾമോസ്റ്റ് 4:30, 4:45 വരെ അവിടെയായിരുന്നു ഞാൻ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. നമ്മളെ വെച്ച് അവർ ഗ്രൂപ്പായിട്ടുള്ള സീൻസ് ചെയ്യിപ്പിച്ചു, ഇൻഡിവിജ്വലായിട്ടുള്ള സീൻസ് ചെയ്യിപ്പിച്ചു. ഇതൊരു വല്ലാത്തൊരു പ്രോസസ്സായിരുന്നു. കാര്യം കോൾ ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെയിം ക്യാരക്ടറിന് ഓഡിഷന് പോയ ആൾക്കാരുടെ പെർഫോമൻസ് കണ്ടിട്ട് പിന്നെ നമ്മൾ പോയി പെർഫോം ചെയ്യണം. ഭയങ്കര എന്താ പറയുക, ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാക്സിമം നമ്മളെ കാമായിട്ടാണ് ഇരുത്തുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഉള്ളിലൊരു ടെൻഷൻ വരും ഇത് കാണുമ്പോൾ. കാര്യം നമ്മൾ മനസ്സിലൊരു കാര്യം അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് ഒരു സർട്ടൺ ആക്ഷൻസൊക്കെ ആലോചിച്ച് വെക്കും. അത് ആരെങ്കിലും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് എന്താ പറയുക, കിളി പറന്നാണ് അവിടെ ഇരുന്നത്. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇന്ന് സാറ്റർഡേ രാത്രി 9 മണിക്ക്
ആണ് ഒഫീഷ്യൽ കാസ്റ്റ് ലിസ്റ്റ് അവർ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അറിയാം ഞാൻ ഓഡിഷൻ ചെയ്ത ക്യാരക്ടർ എനിക്ക് കിട്ടിയോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ലൈക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. കിട്ടുകയാണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അപ്ഡേറ്റ് തരാം. ഇന്ന് ജൂൺ 9, 2026. ഓബ്വിയസ്ലി 2 ദിവസമായി കഴിഞ്ഞ അപ്ഡേറ്റ് തന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്നെ അവർ ഈ ഷോയിൽ കാസ്റ്റ് ചെയ്തില്ല. സാറ്റർഡേ രാത്രി 9 മണിക്കാണ് അവർ കാസ്റ്റ് ലിസ്റ്റ് വെളിയിൽ വിട്ടത്. അപ്പം അത് നോക്കിയപ്പം എൻ്റെ പേരില്ല അതിനകത്ത്. ഈ കോൾ ബാക്ക് ഓഡിഷൻസ് ഇത്തിരി ടഫായിരുന്നു. കാര്യം എൻ്റെ ആദ്യത്തെ കോൾ ബാക്ക് ഓഡിഷനുമാണിത്. അപ്പം ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇനീഷ്യൽ ഓഡിഷനിൽ ഒരു 100-150 പേരുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 30 പേരെ ഇവർ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരെ ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് സീൻസ് കൊടുത്തു, ഇൻഡിവിജ്വൽ പോർഷൻസ് ഉള്ള പാട്ടുകൾ കൊടുത്തു. അതൊക്കെ അവരുടെ മുന്നിൽ, അതായത് ബാക്കിയുള്ളവർ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മളത് പെർഫോം ചെയ്യണം അവരുടെ ഫ്രണ്ടിൽ. അങ്ങനെ ഒരു വിയേർഡ് എക്സ്പീരിയൻസ് ആയിരുന്നത്. പക്ഷേ എന്താ പറയുക, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പോൾ എൻ്റെ റോളിന് തന്നെ ഓഡിഷൻ ചെയ്ത വേറെ 2 പേരുണ്ടായിരുന്നു. അവർ ഞാൻ ചെയ്തതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ചെയ്തത്. അവിടെ വന്നിരുന്ന എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ആരെ അവർ സെലക്ട് ചെയ്യും. കാര്യം ഇപ്പം എന്നോടാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. ബിക്കോസ് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഈക്വലി ടാലൻറ്റഡ് ആണ്. അങ്ങനെ ആ ഓഡിഷൻ സീരീസ് കഴിഞ്ഞു. ഇനിയിപ്പം ആ ഷോയിൻ്റെ റിഹേഴ്സൽ ഒരു 6 മാസം കാണും. അപ്പോൾ 6 മാസത്തേക്ക് എനിക്ക് അവിടെ ഷോ ഇല്ല. ഇനിയിപ്പോൾ അടുത്ത ഷോ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനി 2027 അതിൻ്റെ ഓഡിഷൻസ് മോസ്റ്റ് പ്രോബബ്ലി ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും ഈ വർഷം. പക്ഷേ അതിന് മുന്നേ വേറെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുണ്ട്. അപ്പം ഇത് പോയെങ്കിലും സാരമില്ല, നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വരും. നമുക്കിതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ ആ ലേണിങ്സ് എല്ലാം വെച്ച് നമുക്ക് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറച്ചുകൂടെ എന്താ പറയുക ധൈര്യത്തോടെ നേരിടാം. പിന്നെ ഈ വീഡിയോയുടെ ഒരു പ്രധാന ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം കാനഡയിലായതുകൊണ്ട് തന്നെ ഒരു 5-6 വർഷത്തിലൊരിക്കലാണ് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സിനൊക്കെ എന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ ഞാൻ വളരുന്നതും വയസ്സാവുന്നതും അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അതിൽ തോറ്റു പോകുന്നതും അല്ലെങ്കിൽ അതിൽ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ജയിക്കുന്നതും ഒന്നും ഇവർക്ക് കാണാനോ ആ സന്തോഷത്തിലോ സങ്കടത്തിലോ ഇൻവോൾവ് ആവാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തായാലും ഒരു ക്രിയേറ്റീവ് ജേർണിയിലാണ് ഇപ്പോൾ, എന്നാൽ പിന്നെ ഈ ഒരു മീഡിയം ഉപയോഗിച്ച് അവരെയും കൂടെ എൻ്റെ കൂടെ കൂട്ടാം എന്ന് വിചാരിച്ചു. കാര്യം അവരിതൊന്നും കാണാതിരിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ആ ഒരു കാറ്റഗറിയിലല്ലാത്ത ആൾക്കാരാരെങ്കിലും ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്കും കൂടെ പോരാം എൻ്റെ ഈ ജേർണിയിൽ. അടുത്തൊരു 5 വർഷത്തേക്ക് ഞാൻ എന്ത് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ജേർണി. അച്ചീവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ജേർണി എന്ന് വേണം പറയാൻ. കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും, നല്ല നല്ല ഓഡിഷൻസ് കൊടുക്കാൻ നോക്കും. ഇപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇനി എവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അന്വേഷിച്ച് പിടിക്കുക. ഈ തിയേറ്റർ തന്നെ അല്ലെങ്കിൽ വേറെ എവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നോക്കിയെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും നമുക്ക് അത് കിട്ടും, അത് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതാണ് ഈ ഒരു ജേർണി. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ കാറ്റഗറിയിലല്ലാത്ത ആൾക്കാരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. ഈ ഒരു ജേർണി ഞാൻ മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കാം. എനിവേസ് ഇത് ഇൻട്രസ്റ്റിംഗ് ആവാനാണ് സാധ്യത. കാര്യം കൂടുതലും ഈ പറഞ്ഞ പോലെ ഞാൻ ചെന്ന് കയറി ഉടനെ എന്നെ പിടിച്ച് അവിടെ നടനാക്കാൻ എൻ്റെ മാമനല്ല അവിടെ പ്രൊഡക്ഷനിലിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രഗിളും ഒരുപാട് തോൽവിയും അതിൽ നിന്നുള്ള ലേണിങ്ങും ഒക്കെ കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയോ. ഇത് ആദ്യത്തെ വീഡിയോ. അടുത്ത ഒരു യമണ്ട സംഭവമായിട്ട് ഞാൻ വരാം. ബൈ.